Dear students, today we are going to learn another method of study used in psychology and social science research, that is experimental method. Experimental method involves manipulating one variable to determine if this causes changes in another variable. Experimental method എന്ന് പറഞ്ഞാൽ മെയിൻലി രണ്ട് വേരിയബിൾസ് തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വേരിയബിളിന് നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പോൾ അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വേരിയബിൾ ആ രണ്ടാമത്തെ വേരിയബിളിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഇഫക്റ്റ് ഓഫ് വൺ വേരിയബിൾ ഓൺ അനദർ എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് സ്റ്റഡി ചെയ്യുന്നത്. So this method relies on controlled research methods and random assignment of subjects to test a hypothesis. ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ നമ്മളൊരു ഹൈപ്പോത്തസിസ് ആണ് എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും where you guess about the possible relationship between two or more variables. അപ്പം നമ്മൾ രണ്ട് വേരിയബിൾ കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കുമെന്ന് നമ്മൾ നേരത്തെ കൂട്ടി ഗസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി പ്രപ്പോസ് ചെയ്യുന്നതാണ് ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ് ചെയ്ത ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് മെത്തേഡ് അഡോപ്റ്റ്സ് കൺട്രോൾഡ് റിസർച്ച് മെത്തേഡ്സ്. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു കൺട്രോൾഡ് എൻവയൺമെൻറ്റിലായിരിക്കും. ആൻഡ് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സബ്ജക്ട്സ് അല്ലെങ്കിൽ റെസ്പോണ്ടൻസ് എന്ന് പറയുന്നത് റാൻഡം അസൈൻഡ് ആയിരിക്കും. അതായത് റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്ന സബ്ജക്ട്സിലായിരിക്കും നമ്മൾ കൂടുതലും എക്സ്പെരിമെൻ്റൽ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ് ആർ മെയിൻലി യൂസ്ഡ് ഇൻ വേരിയസ് സബ്ജക്ട്സ്. പല സബ്ജക്ട്സിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ബിഹേവിയറൽ ടോപ്പിക്സ് സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അറ്റൻഷൻ, കോഗ്നിഷൻ, മെമ്മറി, പെർസെപ്ഷൻ, സെൻസേഷൻ ഇങ്ങനെയുള്ള പല ടോപ്പിക്സ് സ്റ്റഡി ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓൾസോ ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച് വി യൂസ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. എഡ്യൂക്കേഷൻ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൻഡ് എഫക്റ്റീവ്നെസ് ഒക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് പറയുവാണെങ്കിൽ ദ സയൻറ്റിഫിക് മെത്തേഡ് ഫോംസ് ദ ബേസിസ് ഓഫ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. ഇപ്പോൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ദ ബേസിക് ഫോമാറ്റ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് മെത്തേഡാണ്. സയൻറ്റിഫിക് മെത്തേഡിൻ്റെ അതേ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ അതേ സ്റ്റെപ്സിലാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് കണ്ടക്ട് ചെയ്യുന്നത്. And as I said, experimental method is conducted in various topics of behavioral sciences. അപ്പോൾ ബിഹേവിയറൽ സയൻസസിൽ പല ടോപ്പിക്സിൽ നമ്മൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് കണ്ടക്ട് ചെയ്യാറുണ്ട് ടു ഡിറ്റർമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ടു എക്സ്പ്ലെയിൻ ഹ്യൂമൻ ബിഹേവിയർ. പിന്നെ വേരിയസ് ഏരിയാസിൽ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് യൂസ് ചെയ്യും. It is mainly used to determine the relationship between two or more variables. ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാനാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് അവിടെ ഞാൻ പറഞ്ഞു മെയിനായിട്ട് ഒന്നെങ്കിൽ രണ്ട് വേരിയബിളാണ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാണും. രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, മറ്റേത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ വേരിയബിൾ വിച്ച് ദ എക്സ്പെരിമെൻ്റ് മാനിപ്പുലേറ്റ്സ്. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിളിനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ. ആ വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നതനുസരിച്ച് ഏത് വേരിയബിളാണോ മാറ്റം വരുന്നത് ആ വേരിയബിളിന് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയും. Example, suppose you're studying or conducting an experiment to see the influence of sleep on the test scores of students. അപ്പം എത്രമാത്രം നമ്മൾ ഉറങ്ങുന്നു അതിൻ്റെ ബേസിസിൽ നമ്മുടെ ടെസ്റ്റ് സ്കോർ മാറുന്നുണ്ടോ ഇല്ലയെന്ന് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ആ സ്ലീപ്പ് അല്ലെങ്കിൽ ദ ടൈം വിച്ച് യു സ്ലീപ്പ് വിൽ ബി യുവർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പം നമ്മൾ സ്ലീപ്പ് ചെയ്യുന്ന ടൈം ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ടെസ്റ്റ് സ്കോർ വേറി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ വേറി ചെയ്യുന്ന ടെസ്റ്റ് സ്കോർ ആയിരിക്കും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് വരുന്നത്. ആൻഡ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഇസ് മെയിൻലി കണ്ടക്റ്റഡ് ഒന്നെങ്കിൽ ലാബിലായിരിക്കാം അല്ലെങ്കിൽ ഫീൽഡിലും കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ കോണ്ടെക്സ്റ്റിൽ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ് ഒക്കെ ആണെങ്കിൽ ഫീൽഡിലായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഓൾറെഡി പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള ലോസ് തിയറീസും ഒക്കെ എത്രമാത്രം ഇഫക്റ്റീവ് ആണെന്ന് നമ്മൾ ഫീൽഡിൽ എക്സ്പെരിമെൻ്റൽ മെത്തേഡിലൂടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓൾസോ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ഇൻ ലാബ്സ്. ആൻഡ് ഇങ്ങനെ എഡ്യൂക്കേഷൻ കോണ്ടെക്സ്റ്റിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് റിസർച്ചിലൊക്കെ നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുമ്പോഴും അതുപോലെ ലാബിലൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴും ചില അവസരങ്ങളിലെങ്കിലും നമുക്ക് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ്സിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യും. അപ്പം
ആ എക്സ്പെരിമെൻ്റ് ഡയറക്റ്റ്ലി കണ്ടക്ട് ചെയ്യുന്ന ഗ്രൂപ്പിന് പറയുന്ന എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്നും, ദാറ്റ് ഈസ് ഇൻ വിച്ച് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസ് മാനിപ്പുലേറ്റഡ്. ആൻഡ് അതിൻ്റെ ഒരു ഇഫക്റ്റീവ്നെസ് സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും വേറെ ഗ്രൂപ്പ് കൂടെ സ്റ്റഡി ചെയ്യും, ഇൻ വിച്ച് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് ചേഞ്ച് ഒന്നും വരുത്താതെ നിലനിർത്തുന്ന ഒരു ഗ്രൂപ്പ് കാണും. അതിന് നമ്മൾ കൺട്രോൾ ഗ്രൂപ്പ് എന്നും പറയും. അപ്പോൾ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പ്സിന് റിലേറ്റ് ചെയ്ത് നമ്മൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് കണ്ടക്ട് ചെയ്യാറുണ്ട്. പല മെത്തേഡ്സ് അല്ലെങ്കിൽ പല ഡിസൈൻസ് യൂസ് ചെയ്ത് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കൺട്രോൾഡ് കണ്ടീഷൻസിൽ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ എഫക്റ്റീവ്നെസ് സ്റ്റഡി ചെയ്യാനായിട്ട് ചില അവസരങ്ങളിൽ സിംഗിൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പായിരിക്കും, ചില അവസരങ്ങളിൽ ഒന്നിൽ കൂടുതൽ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്സ് തന്നെ കാണും, മറ്റവസരങ്ങളിൽ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും കാണും. പിന്നെ പല രീതിയിലും നമ്മൾ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ദ മെത്തേഡ്സ് ഓഫ് എക്സ്പെരിമെൻ്റൽ പ്രോസസ്സ്. സയൻറ്റിഫിക് മെത്തേഡിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡിൻ്റെയും സ്റ്റെപ്സ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈങ് എ പ്രോബ്ലം ടു സ്റ്റഡി. നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഏത് രണ്ട് വേരിയബിൾ തമ്മിലാണ് നമ്മൾ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോസ് എഫക്റ്റ് സ്റ്റഡി ചെയ്യേണ്ടത് എന്തിനെക്കുറിച്ചാണ് എന്നൊക്കെയുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉള്ളപ്പം ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കും എന്ന് നമ്മൾ നേരത്തെ കൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് യു മേക്ക് എ ടെൻറ്റേറ്റീവ് ഗെസ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു വേരിയബിൾസ്, അല്ലെങ്കിൽ ആ കോസ് എഫക്റ്റ് എന്താണെന്ന് നമ്മൾ അതിൻ്റെ ഇഫക്റ്റിൻ്റെ കോസ് എന്താണെന്ന് നമ്മൾ നേരത്തെ കൂട്ടി പറയുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് ഹൈപ്പോത്തസിസ് ആണ്. ആ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക. ദെൻ ഡിവൈസിങ് ദ റിസർച്ച് ഡിസൈൻ. നേരത്തെ പറഞ്ഞു നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്ന പല മെത്തേഡ്സിൽ കണ്ടക്ട് ചെയ്യുക. അതിൽ പല ഡിസൈൻസ് ഉണ്ട്. സിംഗിൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ആകാം, എക്സ്പെരിമെൻ്റൽ കൺട്രോൾ ഗ്രൂപ്പ് ആകാം, ഡിഫറെൻറ്റ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്സ് ആകാം. ആൻഡ് ദർ ആർ ഓൾസോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ്. അങ്ങനെ ഏത് മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഡിവൈസ് ചെയ്ത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്നതാണ് ഡിവൈസിങ് ദ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. And then you actually conduct the experiment. The experiment is done in the field അല്ലെങ്കിൽ in the lab, എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നു. ആൻഡ് അണ്ടർ വെരി സ്ട്രിക്റ്റ് കൺട്രോൾഡ് കണ്ടീഷൻസ്. കഴിവതും ഉള്ള മറ്റ് വേരിയബിൾസ്, ഇൻ്റർവീനിങ് വേരിയബിൾസ് എല്ലാം തന്നെ വളരെ കുറച്ച് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള എല്ലാ സ്യൂട്ടബിൾ കണ്ടീഷൻസും എൻഷുർ ചെയ്തായിരിക്കും എക്സ്പെരിമെൻ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ കളക്ടിങ് ആൻഡ് അനലൈസിങ് ദ ഡേറ്റ കളക്റ്റഡ്. നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന പ്രോസസ്സിലൂടെ തന്നെ നമ്മൾ ഡേറ്റയും കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്യുന്ന ഡേറ്റ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഫൈൻഡിങ്സ് കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ഫൈനലി ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഷെയറിങ് ദ ഫൈൻഡിങ്സ്. ആ ഡേറ്റ അനാലിസിസിൽ നിന്ന് കിട്ടുന്ന ഫൈൻഡിങ്സ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ആ ഫൈൻഡിങ്സ് നമ്മൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ എക്സ്പെരിമെൻ്റൽ പ്രോസസ്. Next is the advantages of experimental method. Experimental method advantages first one, it is easier to replicate. A standardized procedure is used. എക്സ്പെരിമെൻ്റൽ മെത്തേഡിന് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് ഈസി ആയിട്ട് ആ സ്റ്റെപ്സ് പ്രൊസീഡ് ചെയ്ത് ആ എക്സ്പെരിമെൻറ്റ് വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. They allow for precise control of extraneous and independent variables. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിവതും മറ്റ് വേരിയബിൾസിന് ഇൻഫ്ലുവൻസ് കുറച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ പ്രിസൈസ് ആയിട്ട് ആ വേരിയബിൾസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കണം. എക്സ്ട്രേനിയസ് വേരിയബിൾസ്, അതായത് മറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ ഇൻ്റർവീനിങ് വേരിയബിൾസ് എല്ലാം കുറച്ച് വെക്കുകയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ അത് പ്രോപ്പറായിട്ട് ഇഫക്റ്റീവായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് എക്സ്പെരിമെൻ്റൽ മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. അലൗസ് എ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. ഒരു കോസ് എഫക്റ്റ് അല്ലെങ്കിൽ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ വൈഡ് വെറൈറ്റി ഓഫ് സിറ്റുവേഷൻസ്. ഓൾറെഡി പറഞ്ഞു ലാബിൽ ആനിമൽസിൽ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ നമുക്ക് സോഷ്യൽ സയൻസസിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ റിയൽ ഫീൽഡ് സിറ്റുവേഷൻസിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. പല സിറ്റുവേഷൻസിൽ നമുക്ക് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ് യൂസ് ചെയ്യാം.
high level of control, it can produce results that are specific and relevant with consistency. ഓൾറെഡി പറഞ്ഞ അനുസരിച്ച് നമ്മുടെ ആ ലെവൽ ഓഫ് കൺട്രോൾ ഹൈ ആയതുകൊണ്ട് തന്നെ ആ കിട്ടുന്ന റിസൾട്ട്സ് വളരെ സ്പെസിഫിക്കും റെലവൻറ്റും ആയിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിരിക്കും. വീണ്ടും ആ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്താൽ, ഇതേ കൺട്രോൾ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്ത് എക്സ്പെരിമെൻറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് എ കൺസിസ്റ്റൻറ്റ് റിസൾട്ട്. ആ റിസൾട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. Laboratory experiments easy to replicate conditions that the variables can be tested appropriately. Field experiments reക്കാർഡിൽ ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പം ആ കണ്ടീഷൻസ് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും അത് നമുക്ക് ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. Next we'll see the disadvantages of experimental method. Experiments may produce artificial results which are difficult to apply to real world situations. നമുക്ക് എക്സ്പെരിമെൻ്റ് എപ്പോഴും കൺട്രോൾ കണ്ടീഷൻസിൽ നടത്തുന്നതുകൊണ്ട് തന്നെ അതൊരു ആർട്ടിഫിഷ്യൽ എൻവയൺമെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കിട്ടുന്ന റിസൾട്ട്സ് ഒരിക്കലും റിയൽ വേൾഡ് സിറ്റുവേഷൻസിൽ ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദ റിസൾട്ട് മേ ബി ഡിഫറെൻ്റ് എന്നുള്ളതാണ് റിയൽ വേൾഡ് സിറ്റുവേഷൻസിൽ. റിസർച്ചർ ബയാസ് ക്യാൻ ഇമ്പാക്റ്റ് ദ ഡേറ്റ കളക്റ്റഡ്. യൂഷ്വലി നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസർച്ച് നടത്തുമ്പോൾ ആ വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നേരത്തെ കൂട്ടി നമ്മൾ ഹൈപ്പോത്തൈസ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ബയാസ് കാണും. നമ്മൾ ആസ് എ റിസർച്ചർ അല്ലെ ആസ് എൻ എക്സ്പെരിമെൻറ്റർ വൈൽ കണ്ടക്ടിങ് ദ എക്സ്പെരിമെൻറ്റ് യു വിൽ ഹാവ് എ ബയാസ്, ദാറ്റ് ഇസ് യു വിൽ ഓൾവേസ് ട്രൈ ടു ഒബ്റ്റെയിൻ ദാറ്റ് റിസൾട്ട്. ആ ഒരു ഹൈപ്പോത്തസിസിൽ പറയുന്ന അതേ റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു റിസർച്ചർ ബയാസ് അവിടെ കടന്നു വരും എന്നുള്ളത്. റിസൾട്ട്സ് ഹാവ് ലോ റിലയബിലിറ്റി. നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾ കണ്ടീഷൻസ് ആണ്, ആൻഡ് ആ ഒരു കണ്ടീഷൻസ് മാറുന്ന അനുസരിച്ച് റിസൾട്ട്സ് മാറിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ഹാസ് ലെസ് റിലയബിലിറ്റി. ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ ഇസ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് സബ്ജക്റ്റീവ്. ഇറ്റ് ക്യാൻ ബി ഹാർഡ് ടു മെഷർ റെസ്പോൺസസ് ഇൻ ആൻ എക്സ്പെരിമെൻറ്റ്. നമ്മൾ ഹ്യൂമൻ ബീങ്സിലാണ് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഹ്യൂമൻ ബിഹേവിയർ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ സബ്ജക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ബിഹേവിയർ മെഷർ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിൽ. Difficult to representative sample of the population or groups used may not be comparable. അതായത് നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ആണെങ്കിൽ മാത്രമേ നമ്മുടെ എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയുടെ റിസൾട്ട്സ് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പ്സ് നമ്മൾ കമ്പാരിസണും പോസിബിൾ ആകത്തില്ല. Since researchers are human too, results may be degraded due to human error. And all these experiments are conducted by researchers, and researchers are all human beings. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ എറർ റിസർച്ച് എക്സ്പെരിമെൻറ്റ്സിൽ കടന്നു വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്.